അങ്ങനെ ഒരിക്കൽ കൂടി ട്രക്കിങ്ങിന് വേണ്ട എല്ലാ എക്യുപ്മെൻസും പാക്ക് ചെയ്ത് ഇടുക്കിയിലെ ശാന്തമ്പാറ എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തിരിക്കാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് കേരളത്തിലെ നിന്നല്ല, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ട്രക്കിങ്ങുകളൊന്ന് അറ്റൻഡ് ചെയ്യാനാണ്. എന്തുകൊണ്ടാണ് ഈ ട്രക്കിംഗ് വളരെ സ്പെഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ട്രക്ക് ചെയ്യാൻ പോകുന്ന കാടിന്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ്. ഇതൊക്കെ എടുത്ത് മറ്റേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കില്ല. ഞങ്ങളങ്ങനെ ശാന്തമ്പാറയിൽ നിന്ന് മൂന്നാർ ടൗണിലേക്കാണ് ആദ്യം പോകുന്നത്. ട്രക്കിങ്ങും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും യാത്രകളും സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ഓതന്റിക് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, അതിലൂടെ വളരെ സവിശേഷമായ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് ആർട്ട് ആൻഡ് അഡ്വഞ്ചർ സൊസൈറ്റി എന്ന കമ്മ്യൂണിറ്റി കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ട് ഏതാണ്ട് 7 ട്രക്കുകളാണ് ഞങ്ങൾ ചെയ്തത്. ആ 7 ട്രക്കുകൾക്കിടയിൽ 2 തവണയാണ് ഞങ്ങൾ ഈ കാട്ടിലേക്ക് പോയിട്ടുള്ളത്. നാലാമത്തെ ട്രക്കിംഗ് ഇതിന്റെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല കയറുന്നു, താഴെ നരിക്കും കയറുന്നു. ഇത് 3 മല കയറുന്നു. സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ഹൈസ്റ്റ് പീക്ക് ആക്ച്വലി ഇതാണ്. മീശപ്പുലിമല ചുമ്മാ പറയുന്ന ഇത് നല്ല രസമുള്ളതാണ്. അല്ലെങ്കിൽ മീശപ്പുലിമല ചെല്ലുമ്പോൾ അതിന്റെ തൊട്ട് കയറുന്നു മന്നമല എന്ന് പറഞ്ഞൊരു മലയുണ്ട്, തൊട്ട് കയറുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം അതാണ്. കൊളുക്കുമലയൊക്കെയുള്ള കൊഴുക്കുമല 7130 അടി, മറ്റേത് 8340 അടി. നമ്മൾ നാളെ 7900 സംതിങ് എത്തും. ചക്രമുടി അതിനേക്കാളും ഹൈറ്റിന്റെ എൻഡ് കൊണ്ട് ഇതാണ്. പക്ഷെ അതൊരു ഫീൽ കിട്ടും. നാളെ സംഭവം അവിടെ ചെന്ന് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. നേമക്കാട് എസ്റ്റേറ്റ് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം മിക്കവാറും കാണാറുള്ളതാണ്. ഇത് കണക്റ്റഡ് ആണോ അവിടെയായിട്ട്? അടുത്താണോ? എല്ലാം കണക്റ്റഡ് ആണ്. ആനമുടി അല്ല, അതിന്റെ ഒരു ട്രാവൽ പാത്ത് ആണോ? ട്രാവൽ പാത്ത് ഇത് വീട്ടിലേക്ക് മേൽവശമാണ്. ആനമുടി കിലോമീറ്റർ പൂത്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് പോകുന്ന വഴിക്കാണ്. 2 കിലോമീറ്ററോളം ചക്രാന്തകളാണ്. അത് ഇപ്പൊ 2 മാസമേ ഉള്ളൂ കഴിഞ്ഞിട്ട്. ഇത്തവണ ബേസിക്കലി നമ്മൾ ഒരു വട്ടം ചെയ്ത ട്രെയിൽ വീണ്ടും ചെയ്യുകയാണ്. ഇത്തവണ ബേസിക്കലി നമുക്ക് വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? കഴിഞ്ഞ തവണ നമ്മൾ ലേൺ ആൻഡ് അൺലേൺ പ്രോസസ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഇത്തവണ ഒബ്സർവേഷൻ. നമ്മൾ കഴിഞ്ഞ തവണത്തെ ട്രക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം, മന്നവൻചോല കാട് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ചോലവനങ്ങളിലൊന്നാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ രാത്രിയിലുണ്ടാകാൻ പോകുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, മീറ്റർ ഷവർ. അത് നമുക്ക് ഏറ്റവും നന്നായി വെസ്റ്റേൺ ഗട്ട്സിൽ കാണാൻ സാധ്യതയുള്ളൊരു മേഖലയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മന്നവൻചോല കാടിനെ കുറിച്ച് നമുക്കറിയാം. ചോലവനമാണെങ്കിൽ പോലും ചോലവനത്തിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു പോയൊരു കാടാണ്. അല്ലാതെ ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി പെർസ്പെക്റ്റീവിലാണെങ്കിലും ആകത്തുകയിൽ വക്കീൽ എങ്ങനെയാണ് ഈ കാടിനെ വിലയിരുത്തുന്നത്? കടുവയുള്ള കാടാണെന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ തവണ കടുവയുടെ പ്രസൻസിന് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഹൂപ്സ്, ഫ്രഷ് പാക്ക് മാർക്സ് എല്ലാം നമ്മൾ കണ്ടു. കടുവയുള്ള ഒരു കാട് എന്ന് പറയുമ്പോൾ തന്നെ ഫെർട്ടൈൽ ജംഗിൾ എന്ന് പറയും. ഐഡിയൽ ജംഗിളാണ്. നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞ പോലെ ഇവിടെ ഫോറസ്റ്റിങ്ങും ഒരുപോലെ നടക്കുന്നുണ്ട്. ഒരുപാട് വാറ്റിൽ മരങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഈ മേഖലയിൽ. അത് ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് ആനമടി ഷോലയിലും ഈ വാറ്റിൽ മലകരുണ്ട്. ഈ കൊടൈക്കനാലിനുള്ള പഴയ എസ്കേപ്പ് റൂട്ട് കംപ്ലീറ്റ് ആയി ഏതാണ്ട് ബേരിജ തടാകം അടുത്ത് വരെ വാറ്റിൽ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ അതൊരു ഡീഫോറസ്റ്റിംഗ് ആവശ്യമുള്ള ഒരു കാടാണ്. കാരണം വാറ്റിൽ മരങ്ങൾ നമ്മുടെ ഈ ചോലവനത്തിന്റെ ഒരു സ്വാഭാവികത നശിപ്പിച്ചു കളയുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും ആ മരം ചൂസ് ചെയ്യാനുള്ളൊരു കാരണം? അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫോറസ്റ്റിംഗ് ഓരോ കാലഘട്ടത്തിലും എടുക്കുന്നതിൽ വരുന്ന ഒരു പാളിച്ച എന്നുള്ളത് മാത്രമുള്ള പോളിസികൾ. അത് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുള്ളതാണ് ഫോറസ്റ്റിംഗിൽ. പക്ഷെ അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പലപ്പോഴും ഇവിടെ ചതുപ്പ് നിലങ്ങളെ വറ്റിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന മരങ്ങൾ പിന്നീട് നമുക്ക് ദോഷമായിട്ട് വരാനുണ്ട്. ഇതിപ്പോൾ തന്നെ നമ്മൾ യാത്രയിൽ കണ്ട ഫ്ലെയിം ഇൻ ദ ഫോറസ്റ്റ്, കൊതുകിനെ തുരത്താൻ എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാർ കാലത്ത് കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്. പക്ഷെ കാഴ്ചയിൽ ഭംഗിയുണ്ട്. എത്രത്തോളം കൊതുകിനെയൊക്കെ തുരത്താൻ ഗുണം ചെയ്തു എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയം. എന്നാലും പണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ബ്രിട്ടീഷ് ടൈമിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് മരങ്ങൾ, ഇവൻ ജക്രാന്ത, സോസോഡിയം, ഈവൻ ഫ്ലെയിം ഇൻ ദ ഫോറസ്റ്റ്, ഇതെല്ലാം മൂന്നാറിന്റെ ഭംഗിക്ക് ഒരു എന്നാ പറയുന്നത് ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ മൂന്നാറിനെ ഗാർണിഷ് ചെയ്ത് നിർത്തുന്ന പോലെയാണ്. ഇപ്പൊ ഫ്ലെയിം ഇൻ ദ ഫോറസ്റ്റിന്റെ ടൈമാണ്. അതുകൊണ്ട് നമുക്ക്
ഇഷ്ടംപോലെ ഈ റൂട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഡ്രൈവുകളിലൊന്നാണ് മൂന്നാർ ടൗണിൽ നിന്ന് മറയൂരിലേക്കുള്ള ഈ റോഡെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. രണ്ട് വശങ്ങളിലും തേയിലത്തോട്ടങ്ങളായിട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ മറയൂർ സാൻഡൽവുഡ് ഡിവിഷൻ കഴിഞ്ഞു മറയൂർ ടൗണിലേക്ക് കയറുകയാണ്. ശരിക്കും നമ്മുടെ അഞ്ചുനാട്ടിലേക്ക് എത്തിയപ്പോൾ മറയൂർ വഴി കാന്തല്ലൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ബേസ് ക്യാമ്പ്. അവിടെ നിന്ന് ഇന്ന് വൈകിട്ട് ഞങ്ങൾ ചെറിയൊരു ഓഫ് റോഡ് യാത്ര നടത്തുന്നുണ്ട്. ഭ്രമരം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഭ്രമരം പോയിന്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ആ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നാളെ ട്രെക്ക് ചെയ്യാൻ പോകുന്ന മല കാണാൻ സാധിക്കും. അവിടെ വെച്ച് നമ്മുടെ ബേസ് ക്യാമ്പിൽ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ പാർട്ടിസിപ്പൻസിന് കമ്മ്യൂണിറ്റിയെക്കുറിച്ചും നാളെ നടക്കാൻ പോകുന്ന ട്രക്കിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി ഒരു ക്യാമ്പ് ഫെയർ സ്റ്റോറി ടെല്ലിംഗ് സെഷനിലേക്ക് പോകുന്നതായിരിക്കും. ആ സെഷനുകളുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നാളെ രാവിലെ ആയിരിക്കും ഞങ്ങൾ ഈ ട്രക്കിന് തിരിക്കാൻ പോകുന്നത്. 14 സ്ക്വയർ കിലോമീറ്റർ വരുന്ന കാടാണ്. മൊത്തം 42 ഉണ്ട്. ഇവിടെ നമ്മുടെ മന്നവൻഷോല മാത്രം 14 സ്ക്വയർ കിലോമീറ്റർ. ഞാൻ ഈ കാട്ടിൽ വന്ന് കയറിയിട്ടില്ല. എനിക്ക് ഇതിൻ്റെ അത് ഏറ്റവും രസകരമായി തോന്നിയ 2 കാര്യം ഞാൻ പറയാം. നാളെ ബാക്കി നിങ്ങൾ കാട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടും. ഇവിടെ ഫോറസ്റ്റിങ്ങും അതേസമയം ഡീഫോറസ്റ്റിങ്ങും കൂടെ നടക്കുന്നൊരു കാടാണ്. അതായത് നേരത്തെ ഫോറസ്റ്റേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വാറ്റിൽ മരങ്ങൾ, ഒരുപാട് വാറ്റിൽ മരങ്ങൾ നട്ടിരുന്നു. നിങ്ങൾ മീശപ്പുലിമല പോയവരുണ്ടോ? മീശപ്പുലിമല പോകുമ്പോൾ ചെറിയ ഇലയുള്ള ഒരു മരം ഒരുപാട് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ആ മരങ്ങൾ പണ്ട് നമ്മുടെ WCSന്റെയോ ഒക്കെ ഫണ്ടിൽ നേരത്തെ നമ്മുടെ ഫോറസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് നട്ടിരുന്ന കാടാണ് ഇതെല്ലാം. ഈ ആനമുടിയും മീശപ്പുലിമലയും ഇവിടെയെല്ലാം. ഇപ്പോൾ ആ മരങ്ങൾ ഇവർ വെട്ടിക്കളഞ്ഞ്, കാരണം വെച്ചാൽ മറ്റ് ഇവിടുത്തെ എക്കോസിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ട് ആ മരങ്ങൾ വെട്ടിക്കളഞ്ഞ് തീട്ട് നശിപ്പിച്ച് തീട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് കൂടുതലായിട്ട് കിടത്തു വരും തോന്നുന്നു. അപ്പം അങ്ങനെ ഡീഫോറസ്റ്റിങ് അതേ ടൈം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പുതിയ എക്കോസിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാടാണ്. നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഒരു ജുറാസിക് ഇറയുടെയൊക്കെ ഒരു ഫീല് കിട്ടുന്ന ഒരുപാട് ഫേൺസ് ഒക്കെ ഉണ്ട്. ട്രീ ഫാൻസ് എന്ന് പറയും. ട്രീ ഫാൻസ് എന്നാണ് തോന്നുന്നു ഇവിടെ പറയുന്നത്. ഫേൺസ് ആണ്. മലയാളത്തിൽ പന്നൽ എന്ന് പറയും. പന്നൽ ചെടികളൊക്കെ, അതായത് ഏജ് ഓൾഡ്, ഒരു 50 ഇയർ 100 ഇയർ ഓൾഡ് ഒക്കെയുള്ള പന്നലുകളൊക്കെയുള്ള കാടാണ്. പിന്നെ ഹെർബിവോറസും കാർണിവോറസും ആയിട്ടൊക്കെയുള്ള ഒരുപാട് ആനിമൽസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസിക്കലി കാട്ടിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ട്രെക്കിങ്ങിന് ബേസിക്കലി പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വന്നവർക്കൊക്കെ അറിയാം, ബേസിക്കലി നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പെർഫ്യൂംസ് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ വലിയ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ആനിമൽ അറ്റാക്കിനുള്ള ഒരു സാധ്യതയില്ല. കാരണം ബേസിക്കലി വൈൽഡ് ലൈഫ് ആംഗിളിൽ നോക്കുമ്പോൾ ഓൾ ദി വൈൽഡ് ആനിമൽസ് ആർ എന്നാ പറയുന്നത് ഷൈ ആൻഡ് ഫിയർഫുൾ എന്നാണ് പറയുന്നത്. പേടിയും നാണവുമുള്ള സാധനങ്ങളാണ് ജീവികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ആനിമൽസ് നമ്മളെ സ്പോട്ട് ചെയ്യും. ആനിമൽ വേഗം അതിൻ്റെതായ സ്ഥലത്തേക്ക് അത് മാറിപ്പോകും. എങ്കിലും നമ്മൾ കടും കളർ ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക, കഴിയുന്നത്ര ക്യാമോഫ്ലോഗ് ടൈപ്പ് കൈൻഡ് ഓഫ് ഡ്രസ്സുകൾ ധരിക്കാനൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. ലീച്ചുള്ള കാടാണ്, ഒരുപാട് അട്ടയുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഈവനിങ് തന്നെ നമ്മൾ ലീച്ച് സോക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പ്രോപ്പറായിട്ട് സോക്സിൻ്റെ മണ്ടേ കൂടെ ലീച്ച് സോക്സ് ഇടുക, അതിൻ്റെ മണ്ടേ കൂടെ ഷൂ ഇടുക. ഷൂ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈവനിങ് പറയണം, നമുക്ക് എന്തെങ്കിലും ഒരു മെഷേഴ്സ് എടുക്കണം. പിന്നെ ഫുൾ സ്ലീവ് ടീഷർട്ടോ അല്ലെങ്കിൽ ഫുൾ ഇതുണ്ടെങ്കിൽ അത് ഏറ്റവും ഇടുന്നത് നല്ല അതാണ്. അട്ട മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാനോ അട്ട കടിച്ച് അതെടുക്കാനോ ഒന്നും പോകണ്ട. അവരവരുടെ കാര്യം നോക്കുക, ട്രെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടീമായിട്ടാണെങ്കിലും അവനവൻ്റെ സർവൈവൽ മാത്രം നോക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ സേഫ്റ്റിയെക്കുറിച്ചല്ല ബോധർ ചെയ്യേണ്ടത്, അവരവരുടെ സേഫ്റ്റി മാത്രം നോക്കുക. സപ്പോസ് മഴ പെയ്യുകയാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ ഇച്ചിരി വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ്. ടോട്ടൽ 8 to 10 കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്യും വെതറിനനുസരിച്ച്. അതിനകത്ത് നമ്മൾ 7850 അടി ഹൈറ്റ് വരെ നാളെ കയറുന്നുണ്ട്. നമ്മൾ പോകുന്നിടത്ത് ചെറിയ വാട്ടർഫാളുകൾ അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട്. എല്ലായിടത്തും ശ്രദ്ധിച്ചു പോവുക. ഞാൻ ബേസിക്കലി എനിക്ക് നാളത്തെ ട്രെക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. വൈറ്റ് ലീച്ച് സോക്സ് തരും. നിങ്ങൾക്ക് രാവിലെ പോകാനുള്ള ഒരു വാട്ടർ ബോട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് 6:30 തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ക്യാരിയറിലായിട്ട് തരും. ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ബോട്ടിൽ വാട്ടർ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓൺ ദി വേയിൽ നമുക്ക് ചോലയിൽ നിന്നൊക്കെയുള്ള വെള്ളം പിന്നെ തീർന്നു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക. ഒരു 9:30 കൂടി നിങ്ങൾക്ക് ഒരു ചെറിയ സ്നാക്സ് എന്തെങ്കിലും ഞങ്ങൾ തരും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിക്കുന്ന ചിലപ്പോൾ 12 o'clock ആയിരിക്കും. തിരിച്ചിറങ്ങിയിട്ട് ഒരു 2:30 കൂടി നമ്മൾ തിരിച്ചു വരണം. അതിന് മുമ്പേ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തിരിച്ചു വന്ന ശേഷം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടായിരിക്കും പിരിയുന്നത്. പിന്നെ നിയോഗിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾ ആരെയില്ല. പിന്നെ എന്നെ ആയിരിക്കും നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാത്തതുള്ളത്. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ടൂറിസം ബിസിനസ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് പ്രാക്ടീസ് ഉണ്ടായിരുന്ന അഡ്വക്കേറ്റാണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി ടൂറിസം ബിസിനസ്സിലാണ് നിൽക്കുന്നത്. HMA ട്രെൻഡാണ്. WCS വോളണ്ടിയർ ആയിരുന്നു. ടൈഗർ സർവേ അടക്കം ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ട്രെക്കിംഗ് പരിപാടികളിലേക്ക് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈവനിങ് സംസാരിക്കാം.
ഞാൻ പേഴ്സണലി ട്രക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ കേരളത്തിലെ ട്രക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് പ്രോപ്പറായിട്ട് ട്രക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളൊന്നും കണ്ടെത്താൻ എനിക്ക് പേഴ്സണലി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. ഞാൻ ഹിമാചലിൽ അത്യാവശ്യം നന്നായിട്ട് ട്രക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഈ പറഞ്ഞ പോലെ എവിടെയാണ് ട്രക്ക് ചെയ്യേണ്ടത്, എവിടെ എന്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഗൈഡ് ചെയ്യാൻ ഒരു ഗ്രൂപ്പിനെയോ ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയത്താണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്വയം ക്രിയേറ്റ് ചെയ്തുകൂടാ എന്ന് പറയുന്നൊരു ചിന്ത വരുന്നത്. ഞാൻ ആക്ച്വലി യാത്ര ചെയ്ത് തുടങ്ങുന്ന ഒരു 7 വർഷം മുമ്പാണ്. ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ട്രാവൽ ചെയ്ത് മൂന്നാറിലേക്ക് തന്നെയാണ് ആദ്യമായിട്ട് വരുന്നത് ബൈക്കിൽ. അപ്പോൾ അന്ന് എനിക്ക് മൂന്നാർ ടൗൺ അറിയാം. മൂന്നാർ ടൗണിൽ നിന്ന് സ്ഥിരമായിട്ട് ആളുകൾ പോകുന്ന സ്ഥലങ്ങൾ അറിയാം. വക്കീലും ഞാനും തമ്മിൽ 5-6 വർഷത്തെ ബന്ധമുണ്ട്. ഞാൻ വക്കീലിനെ പരിചയപ്പെട്ടതിന് ശേഷം മൂന്നാർ വളരെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ലൈഫ് ടൈം കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് തീരാൻ പറ്റാത്ത അത്ര അത്ഭുതങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് മൂന്നാറും മൂന്നാറിൻ്റെ സറൗണ്ടിങ്സും നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സും ഒക്കെ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് കോറായിട്ട് ട്രക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ, പ്രോപ്പറായിട്ട് ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ, അവർക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിക്കൊണ്ട് പ്രോപ്പർ ട്രക്കിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് ഇനി വരാനുള്ള ഇവൻറ്റുകളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഇപ്പം നമ്മൾ ഇത് 2ാമത്തെ ഇവൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു ഇവൻറ്റ് നമ്മൾ റെഡ് അലേർട്ട് ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്തിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ വേറൊരു ഇവൻറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഇവൻ്റ് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ട്രക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രക്കിങ്ങുകളും നമ്മൾ വരാനിരിക്കുന്ന ട്രക്കിങ്ങുകളെക്കുറിച്ചുള്ള നമ്മളുടെ കൃത്യമായ പദ്ധതിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ട്രക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രെയിലായിരുന്നു. എന്നാൽ പോലും ആദ്യമായിട്ട് ട്രക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ശരത്തും വിഷ്ണു റൂബൻ 3 പേരായിരുന്നല്ലേ, ഒരു 3 പേരും ആ ട്രക്കിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ ട്രക്ക് ബേസിക്കലി നമ്മൾ ഒരു ട്രഷർ ഹണ്ട്, ഒരു ക്രക്സായിട്ട് ഈ ഇവൻറ്റിൻ്റെ ക്രക്സായിട്ട് ഒരു ട്രഷർ ഹണ്ട് ഓർഗനൈസ് ചെയ്താണ് നമ്മൾ ഈ പരിപാടി ചെയ്തത്. ഈ ട്രഷർ ഹണ്ട് ബേസിക്കലി ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡയറക്ഷൻസ് വെച്ചിട്ടായിരുന്നു. കോമ്പസ് വെച്ചിട്ട് ഇത്ര ഡിഗ്രിയിൽ സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്താണ് ബേസിക്കലി നമ്മൾ ആ ട്രഷർ ഹണ്ട് നടത്തിയിരുന്നത്. ആ ട്രക്ക് ഒരു പക്ഷേ നമുക്ക് ഒട്ടും ഡിഫിക്കൽട്ടായിട്ട് തോന്നിക്കാണാൻ സാധ്യതയില്ലാത്ത ഒരു ട്രക്കായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിച്ചാണ് ആ ട്രക്ക് ചെയ്തത്. പല ടീംസായിട്ട് തിരിച്ച് ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഭയങ്കര ലെഷറായിട്ടാണ് നമ്മളത് ചെയ്തത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ മാപ്പ് റീഡിങ് എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആ ട്രക്കിലൂടെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഓരോ ട്രക്കിലും, ഇപ്പോൾ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രക്ക് അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒന്നും പറ്റാത്തൊരു ടെറൈനാണ്, അങ്ങനെ ഒരു കാടാണ്. അവിടെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് എടുത്ത് ഒരു ആക്ടിവിറ്റിയോ ഒരു ലെഷർ പ്രോഗ്രാമോ നടത്താൻ പറ്റുന്നൊരു ട്രക്കല്ല. പക്ഷേ നമ്മൾ ഓരോ ഇവൻറ്റിലും നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഭാവിയിൽ നമ്മുടെ പദ്ധതിയിൽ പ്രോപ്പർ ഒരു എക്സ്പെഡിഷൻ ട്രക്ക് എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് നാളെ ആദ്യമായിട്ട് ട്രക്ക് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് പോലും ഒരു 3 ട്രക്കുകൾക്ക് ശേഷം പ്രോപ്പർ ഒരു സർവൈവൽ ക്യാമ്പിംഗ് ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. അങ്ങനെ ഒരു ഇവൻറ്റ് നമുക്കുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് വാഷ്റൂംസ് ഉണ്ടാവില്ല, നമുക്ക് കൃത്യമായി വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു സർവൈവൽ മോഡിലായിരിക്കും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും അതിൻ്റെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും സർവൈവൽ ഗാഡ്ജറ്റ്സും ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ട്രക്കിലായിട്ട് പരിചയപ്പെടുത്തും. നമ്മളൊരു ആദ്യത്തെ ഒരു 7 ഇവൻറ്റ് അല്ലെങ്കിൽ 10 ഇവൻറ്റിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഓൾറെഡി എത്തിച്ചേർന്ന ആളുകളെ മാത്രം വെച്ചിട്ടായിരിക്കും അതിന് ശേഷമുള്ള ഇവൻറ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും സൗത്ത് തന്നെയാണ്, സൗത്ത് തന്നെയാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ സൗത്ത് 190 ഡിഗ്രിയിലാണ്. നിങ്ങളുടെ എല്ലാ ഫോണൊന്ന് 190 ഡിഗ്രി സൗത്തിൽ ഒന്നിന് പിടിച്ച് കറക്റ്റ് ഡെസ്റ്റിനേഷൻ കിട്ടും. നിങ്ങളുടെ 190 ഡിഗ്രി സൗത്തിൽ, ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ 190 ഡിഗ്രി സൗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ എങ്ങനെ വെച്ചാലും 190 ഒരു 5 ഡിഗ്രിയുടെ വ്യത്യാസം നോക്കണ്ട. നമ്മൾ നിൽക്കുന്നതിൻ്റെയാണ് 190 ഡിഗ്രി സൗത്തിൽ കണ്ടില്ലേ, അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. ഉറപ്പിച്ചില്ല, എല്ലാവർക്കും മനസ്സിലായി 190 ഡിഗ്രി. ഇനിയൊന്ന് ഞാൻ അങ്ങോട്ട് പോവുകയാണ്, എനിക്ക് ഇങ്ങനെ നടന്ന് കയറാൻ പറ്റില്ല, അതാണല്ലോ എൻ്റെ പ്രശ്നം. എനിക്ക് ഇങ്ങനെ നടന്ന് കയറാൻ ഇപ്പം പറ്റും, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്ന് കയറാമെന്ന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് ആ പാറയുടെ ചോട് വരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും, അല്ലെങ്കിൽ പിന്നെ റോക്ക് ക്ലൈമ്പിങ്ങോ ഇതൊക്കെ പ്രാക്ടീസ് ഉള്ളവരായിരിക്കണം. നമുക്ക് ബിറ്റൺസ് ഒക്കെ അടിച്ച് അങ്ങനെ കയറി പോകുന്ന അങ്ങനെയുള്ള എക്സ്പെഡീഷൻസ് ഉണ്ട്. ഇനി നമുക്കിപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ സ്വാഭാവികമായും
ഇവിടുന്ന് നടന്ന് ചിലപ്പോൾ ആ പാറയുടെ കീഴെ വരെ ചെല്ലും. നമുക്ക് അതിന് മുമ്പേ പറ്റാണ്ട് വരും, കാരണം ഇതിനിടയ്ക്ക് തന്നെ വിടവുകളുണ്ട്. നമ്മൾ ആ പാറയുടെ കീഴെ വന്നു. പാറയുടെ കീഴെ വരുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ആ കാട്ടിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഡയറക്ഷൻ അറിയില്ല, നമുക്ക് ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്നേരവും നിങ്ങൾക്ക് നോക്കാം 190 ഡിഗ്രി നമ്മൾ ഇങ്ങനെ ഷാർപ്പാണ് നടന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായും എങ്ങോട്ട് തിരിയേണ്ടി വരും, 98 ഡിഗ്രി ഈസ്റ്റിലേക്ക് നിങ്ങൾ തിരിയേണ്ടി വരും, നിർബന്ധിതരാകും. ഒന്നുകിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തിരിയേണ്ടി വരും, 300 ഡിഗ്രി നോർത്ത് വെസ്റ്റിലേക്ക് തിരിയേണ്ടി വരും. ഉറപ്പല്ലേ? 100% ഉറപ്പല്ലേ? നിങ്ങൾ ആ തിരിഞ്ഞ വ്യത്യാസമുണ്ടല്ലോ, 190 ഇപ്പോൾ എളുപ്പം നോക്കുന്നത് ഇങ്ങനെ കയറുന്നതായിരിക്കും നമുക്ക് എളുപ്പം. അങ്ങനെ ചെന്നിട്ട് കയറുവാണെങ്കിൽ ഇങ്ങനെ കയറുന്നതായിരിക്കും എളുപ്പം. നമ്മൾ വെസ്റ്റിലേക്ക് 306 ഡിഗ്രി തിരിഞ്ഞു, അതായത് 190 306, ഏതാണ്ട് 116 ഡിഗ്രി വെസ്റ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു. ആ ഒരു സെൻസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ 116 ഡിഗ്രിയിൽ നമ്മൾ നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷനിൽ നിന്ന് വെസ്റ്റിലേക്ക് 116 ഡിഗ്രി നമ്മൾ പോയിരിക്കുന്നു വെസ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ എത്രത്തോളം തിരിച്ചു വരണമെന്ന് നമുക്കറിയാം. നമ്മൾ വീണ്ടും ഈ 190, അത് പ്രാക്ടീസിലൂടെ പഠിക്കത്തുള്ളൂ. ബേസിക്കലി ഇതാണ്. നമ്മൾ അങ്ങോട്ട് 1 കിലോമീറ്റർ നടന്നു, 1 കിലോമീറ്റർ നടക്കുന്നത് നമുക്ക് അളക്കാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ സ്റ്റെപ്സോ മറ്റു പല കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും നിന്റെ ഡെസ്റ്റിനേഷൻ വേറെ തിരിഞ്ഞു. ഇവിടെയാണ് നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ 190 ഡിഗ്രിയിലേക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് കുറച്ചിട്ട് തിരിയാൻ പറ്റും. ഇത് ഒരു പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. ഷെയർണി മൂവി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടവരുണ്ട്, കാണിക്കുമല്ലോ. അതിനകത്ത് കാട്ടിൽ പല മരങ്ങളിലും ചെറിയ നീല മാർക്കുകൾ, ക്യാമറ ട്രാപ്പൊക്കെ കാണാം. മറ്റേ അത് ഒറിജിനൽ കാട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടെ ഗുണം കൊണ്ടായിരിക്കും അവർ വളരെ അതിനെക്കുറിച്ച് ചെയ്തുകൊണ്ടായിരിക്കും ട്രാൻസ്ഫർ ലൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ടൈഗർ സർവേയുടെ ഭാഗമായിട്ടുള്ളത് ഇത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാനിവിടെ നിൽക്കുന്നു, ഞാൻ എങ്ങനെയാണ് 1 കിലോമീറ്റർ നടന്നത് വെച്ചാൽ 1 കിലോമീറ്റർ നമ്മൾ 100 ഫീറ്റ് വെച്ചിട്ട് നമ്മൾ അളക്കും, നോർമലി ഉള്ള അളക്കാം. നമ്മൾ 90 ഡിഗ്രി നടന്നാൽ പോരെ. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് നടക്കുന്ന നേരെ നമ്മൾ എന്നാ പറയുന്നത്, നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റേ 180ലേക്ക് മാറും. ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണല്ലോ 360 വരുന്നത്. മറ്റേ 90 ഡിഗ്രിയിലേക്ക് തിരിയുന്നു. ഈ രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു ഇവിടം വരെ എത്തി, നമ്മൾ ഉദ്ദേശിച്ച ടൈം മാറിപ്പോയി. നമുക്ക് കറക്റ്റ് അറിയാം നമ്മൾ 1 കിലോമീറ്ററാണ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 1 കിലോമീറ്റർ പോയി, അവിടുന്ന് 1 കിലോമീറ്റർ അവിടെ പോയി, ഇവിടെ വന്നു കഴിയുമ്പോൾ കറക്റ്റ് സ്ക്വയർ കിലോമീറ്റർ ആവും. സപ്പോസ് നമുക്ക് സാധിക്കുന്നില്ല, കറക്റ്റായി നമ്മളിതിനോട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് വേണമെങ്കിൽ കറക്റ്റായി 360യുടെ ബാക്കി പകുതി നോക്കിക്കൊണ്ട് എനിക്ക് ഈ കോർണറിൽ എത്താൻ പറ്റും. പറ്റണമല്ലോ, കറക്റ്റായിട്ടാണെങ്കിൽ നമുക്ക് ഹർഡിൽസ് വരുമായിരിക്കാം, അതിനെ കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ ഈ ഡെസ്റ്റിനേഷനിൽ എത്താം. ഈ രീതിയിലാണ് സ്ക്വയർ കിലോമീറ്റർ ശരിക്കും കാട്ടിൽ അളക്കേണ്ടത്. ഈ രീതിയിലേക്ക് പ്രോപ്പർ ട്രെക്കിങ്ങിന്, അതാണ് ഒതന്റിക് സംഭവം. നമുക്ക് പ്രോപ്പറായി ട്രെക്ക് ചെയ്യാൻ കാടിനകത്ത് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ബേസിക് സർവൈവൽ തിങ്സ് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്രഷർ ഹണ്ടിലൂടെ ഞങ്ങളിത് തുടങ്ങി വെച്ചത്. പക്ഷേ നാളെ ഇതിനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ട് നോർത്ത്, ഇപ്പോൾ പലർക്കും നോർത്ത് എന്താണ് വെസ്റ്റ് എന്താണ് എന്നറിയാം, എങ്കിലും ഇതെന്തിനാണ് ഇതെന്നൊക്കെ തന്നെ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ. ബേസിക്കലി നമുക്ക് ഒരു എക്സ്പെഡീഷനോ നമുക്കൊരു ദിശയാണ് നമുക്ക് സ്ഥായിയായി പ്രകൃതിയിൽ കിട്ടുന്ന ഏക സാധനം. നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം. അതിനകത്ത് നമുക്ക് എവിടെ മുതലാണ് നമുക്ക് കൺഫ്യൂഷൻ. നോർത്ത് വെസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴാണ് ഇതെന്താണ് നോർത്ത് വെസ്റ്റ്, അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് 130 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം സ്ഥലത്ത് വളരെ കൂളായിട്ട് സൗത്തിലേക്ക് നിന്ന് ഞാൻ പറയേണ്ട സ്ഥലത്ത് പോലും വെസ്റ്റിലേക്ക് ഇത്ര ഡിഗ്രി ഉണ്ടെന്ന് പറയാൻ ഉണ്ടായ കോൺഫിഡൻസ് അതാണ്. വെസ്റ്റിലേക്കുണ്ട് ഇത്ര ഡിഗ്രി എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അത് കുറച്ച് പ്രാക്ടീസിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങളിത് ശ്രദ്ധിക്കും. ഇനി നിങ്ങൾ പോകുന്ന യാത്രകളിൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങും. ഈ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ട്രെക്കിങ്ങിൽ നമുക്കിത് കൂടുതൽ പ്രാക്ടിക്കലി നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. ഇനി അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ തന്നെ തീരുമാനിച്ചാണ് നെക്സ്റ്റ് 10-15 ഇവൻറ്റ് നമുക്കിപ്പോഴും അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അതിലൊരു 3 ട്രെക്കിങ്ങിനെങ്കിലും വന്നവർക്ക് കംപ്ലീറ്റ്ലി ഏറെക്കുറെ ഇതിൻ്റെ ഒരു ബേസിക് എത്തിയിട്ടുണ്ടാവും. രാജവെമ്പാലം ബാക്കിയെല്ലാം ഉണ്ട്. ഇവിടെ ഈ കാട്ടിലുള്ള ഈ മലബാർ ജെയിൻ സ്ക്വയറിൽ മലബാർ ഹോൺബില്ല് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി വേഴാമ്പല്, ഈ ലങ്കൂർ, മറ്റേ സിംഹാലം കുരങ്ങ്, മറ്റേ അല്ലാത്ത കുരങ്ങും ഉണ്ടല്ലോ. ഈ കുരങ്ങുകളും കരിങ്കുരങ്ങും ഉള്ളതിൻ്റെ പ്രശ്നം ഇത് കാട്ടിലെ ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സാണ്. നമ്മൾ കാട്ടിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ പ്രസൻസ് ഇത് അടുത്ത ജീവികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നാളെ നിങ്ങൾ കയറുമ്പോൾ ആദ്യം കേൾക്കുന്ന സൗണ്ട് 99% മറ്റേ മലയെണ്ണാൻ്റെ ആയിരിക്കും. അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നെക്സ്റ്റ് ഇതിലേക്ക്. നിങ്ങൾക്ക് നാളെ എന്താണെങ്കിലും ഈ കാട്ടിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കാൽപ്പാടുകൾ പല ജീവികളുടെയും കാണാം. കാരണം വെച്ചാൽ നമ്മളെക്കാൾ മുന്നിൽ ഇത് പോകും. കാട്ടിലൂടെ നോർമലി ട്രെക്ക് ചെയ്യുമ്പോൾ ഉള്ള സർവൈവൽ രീതികളിൽ ഒരു ബേസിക് പരിപാടി മാത്രം ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ക്യാമോഫ്ലോഗ് ഡ്രസ്സുകൾ അല്ലെങ്കിൽ വെച്ചാൽ ജീവികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാം നല്ല വിഷനുണ്ട്, നല്ല കാഴ്ചശക്തിയുള്ള ജീവികളാണ്.
പക്ഷെ അവർക്ക് ആകെയുള്ളത് ഞാൻ ഒരു കളർ ബ്ലൈൻഡ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരെ അല്ല ഏത് രാജ്യത്താണെങ്കിലും ക്യാമഫ്ലോഗ് ഡ്രസ്സുകളാണ് കാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ബാക്കി എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇവരുടെ ഒരു കളർ ബ്ലൈൻഡ്നെസ്സിനെ നമ്മൾ മുതലാക്കുന്നു. ബേസിക്കലി നമുക്ക് ജീവികളുടെ അടുത്ത് അറ്റാക്കിനുള്ള സാധ്യതയുള്ള ജീവികൾ കൂടുതലും മറ്റേ കാർണിവോറസ് ആയിട്ടുള്ള ആനിമകളാണ്, മാംസബുക്കുകളായിട്ടുള്ള ആനിമകളാണ് കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ മാംസബുക്കുകളല്ലാത്ത ജീവികളും അറ്റാക്ക് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ കാട്ടുപോത്ത്, കഴിഞ്ഞ ദിവസം വരയാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കരടി മനുഷ്യനെ തിന്നാറില്ല, പക്ഷെ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഈ കാട്ടിൽ കരടിയുണ്ട്. കരടിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായി മരണത്തിനിടയാൻ സാധ്യതയുള്ളത് കരടിയുടെ അറ്റാക്കിലായിരിക്കും. അതുകൊണ്ടാണ് ബ്ലാക്ക് ബിയറിനെ വൺ ഓഫ് ദി ഡേഞ്ചറസ്റ്റ് ആനിമൽ എന്നാണ് പറയുന്നത്. കാരണം ബ്ലാക്ക് ബിയർ അങ്ങനെയാണ്, വളരെ കഴുത്തേലൊക്കെ മാന്തിപ്പറിച്ച് വളരെ ക്രൂരമായിട്ട് വരും, തിന്നാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ 2 സാധ്യതകളിലാണ് പൊതുവേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പ്രെഡിക്റ്റബിൾ ആണ് ആനിമലിൻ്റെ കാര്യത്തിൽ. 2 സാധ്യതകളിലാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. ഒന്ന്, അതിൻ്റെ ഇരയാണ് നമ്മളെന്ന് അതിന് തോന്നിയിട്ട് നമ്മൾ പ്രേ ആനിമലാണെന്ന്. രണ്ടാമത്തെ സാധ്യത നമ്മൾ അതിൻ്റെ എനിമിയാണെന്ന് തോന്നുക. ഈ 2 സാധ്യത അല്ലാത്ത രീതിയിൽ നമ്മൾ നടന്നാൽ തന്നെ 50% നമ്മൾ ഇതാകും. അതുകൊണ്ടാണ് നമ്മൾ ഒരു സബ്റ്റിലായിട്ട് നമ്മൾ ഇതിനൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലുള്ള പെർഫ്യൂംസോ സ്റ്റിഞ്ചിങ് സ്മെല്ലുള്ള ഇത് ഉപയോഗിക്കുക, കളർ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കാതിരിക്കുക. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ 50% അതിനകത്തുനിന്ന് സേവായി. പിന്നെ കാട്ടിൽ വെച്ചിട്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു റോഡിൽ വെച്ച് നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടായി ഒരു കാഷ്വാലിറ്റി സംഭവിക്കാൻ സാധ്യതയുള്ളതിൻ്റെ 1% സാധ്യത പോലും കാട്ടിൽ വെച്ച് ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒന്ന്, നമ്മൾ കാട്ടിലേക്കാണ് കയറുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മൾ കൃത്യമായിട്ട്, ഞാൻ കഴിഞ്ഞ തവണ ട്രെക്കിന് വന്നവരോട് പറഞ്ഞ പോലെ നമ്മൾ 100 തവണ പോയിട്ടുള്ള സ്ഥലത്താണെങ്കിലും ഓരോ തവണ കാട്ടിൽ കയറുമ്പോഴും കാട് പുതിയതാണെന്നും ആ കാടിനൊരു പ്രത്യേകതയുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം കയറാൻ. നമുക്ക് ഓരോ ട്രെക്കിങ്ങും പുതിയതാണ്. ഞാൻ ഒരു 10 ഡേയ്സിൽ താഴെയുള്ളൂ ഇവിടെ റെക്കി ചെയ്തിട്ട് ഇതേ സ്ഥലത്ത്. പക്ഷേ ഞാൻ നാളെ ഇത് പുതിയ ട്രെക്കിംഗ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. നാളെ കഴിഞ്ഞ് വന്നാലും ഞാൻ അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം പ്രകൃതിക്കും നേച്ചറിനും ഒക്കെ മഴയ്ക്കൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ആനിമൽസിൻ്റെ ട്രാൻസിറ്റിന് വ്യത്യാസം വരും. പലതരം ആനിമൽസ് ആയിരിക്കും വന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ചില ആനിമൽസിൽ നിന്നൊക്കെയുള്ള സർവൈവൽ ടെക്നിക്സ് ഒക്കെ ആവശ്യം വരും. അപ്പോൾ ഇൻ ഫ്യൂച്ചർ പോകുമ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ സ്ഥലത്തുള്ള. ഇപ്പോൾ ബേസിക്കലി വേണമെങ്കിൽ ഞാൻ 1-2 ജീവികളുടെ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു ആനിമൽസിൻ്റെ സർവൈവൽ ടെക്നിക്സുകളുണ്ട്. ഇതെങ്ങനെയാണ് ആനിമലിൻ്റെ കാര്യത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമുക്ക് ഈ പറഞ്ഞതുപോലെ ആനിമലിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രേ ആനിമലാണെന്ന് തന്നെ തോന്നൽ വരുത്തുന്നില്ല, അതിൻ്റെ എനിമിയാണെന്ന് തോന്നൽ വരുത്തുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ 50% സേഫാണ്. ഈ കാട്ടിൽ കടുവയുണ്ട്, കടുവയായിരിക്കും നമ്മളെ സ്പോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. നമ്മൾ കാണത്തുമില്ല കടുവയെ. കാടിൻ്റെ കോർ സോണിൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് മാത്രമാണ് സത്യത്തിൽ, അത് ഇവരെ പോലെ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം കൊടുക്കുന്നത്. അതിന് ടൂറിസ്റ്റ് സോണായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതാണ് നാഷണൽ പാർക്കിൻ്റെ ആണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും കോർ സോണിലേക്ക് കാട്ടിൽ ആരെയും, ഒന്നെങ്കിൽ ഈ ടൈഗർ സർവേ പോലുള്ള പരിപാടികളുമായിട്ട് ബന്ധുന്ന വോളണ്ടിയേഴ്സ്, അത് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ സിവിലിയൻസിനെ എടുക്കുന്നുമില്ല. ഇപ്പോൾ എനിക്കൊന്ന് ആന്ധ്ര, തെലങ്കാന സ്റ്റേറ്റ് അങ്ങനെയുള്ളവർത്തൊക്കെ നിങ്ങൾക്കൊക്കെ അവസരങ്ങൾ വരും കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇനി അപ്ഡേറ്റ്സ് വരും. ഇങ്ങനെയുള്ള എക്സ്പെഡീഷൻസ് പരിപാടികൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള. കോർ സോണിലായിരിക്കും ഇങ്ങനെയുള്ള കാർണിവോറസ് ആനിമൽസ് കൂടുതലുള്ളത്. ഇതുങ്ങൾ നമ്മളെ സ്പോട്ട് ചെയ്യും, അത് നിങ്ങൾ അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തോളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ കോർ സോൺ എന്ന് പറഞ്ഞ് ഇതാണ് പറഞ്ഞത്. ഈ ടൂറിസ്റ്റ് സോൺ കഴിഞ്ഞിട്ട് കാടിൻ്റെ ഉൾക്കാട് എന്ന് പറയാം. ഉൾക്കാടെന്നുള്ളത് തന്നെയാണ്. കാടിൻ്റെ ഉൾക്കാടുകളിലേക്ക് നമ്മൾ പൊതുവെ പ്രവേശിക്കാറില്ല. അതായത് നിങ്ങൾ സഫാരിക്ക് പോലെ ഇപ്പം നമ്മുടെ എന്താ പറയുക, ഞാൻ പറയാം, അതായത് നമ്മുടെ രാജമല എന്ന് പറഞ്ഞാൽ, രാജമല ഇരുകുള നാഷണൽ പാർക്ക്, നമ്മൾ നോർമലി രാജമല എന്ന് പറയും. അത് ടോട്ടലി 97 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അതിന് ടൂറിസം സോണായിട്ട് നമ്മൾ വെച്ചേക്കുന്നത് 1 സ്ക്വയർ കിലോമീറ്റർ പോലും ഇല്ലാത്ത ഒരു ഏരിയയിൽ ജസ്റ്റ് ടിക്കറ്റ് എടുത്ത ആളെ കയറ്റി വിടും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആനമടി ഉണ്ട്. നമ്മൾ എത്ര ട്രെക്ക് ചെയ്യണം എന്നാന്ന് വിചാരിച്ചാലും നമുക്ക് അതിനകത്ത് സാധാരണ സിവിലിയൻസിന് പോകാൻ പറ്റില്ല. ഇരികുള ഘട്ടം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്. അതൊക്കെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റാക്ക് ഒന്നും ചെയ്യുന്ന സൈസ് സാധനങ്ങളുണ്ട്. അടിപൊളി രസമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതാണ് ആ സാധനങ്ങൾക്ക് കോർ സോൺ, ബഫർ സോൺ, തിരിച്ചിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺ, ടൂറിസം സോൺ. പ്രത്യേകിച്ച് ടൂറിസം സോൺ നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് അതുപോലെ തന്നെ ഉണ്ട്. അതും ടൂറിസം സോണിലാണ് സാധാരണ ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ. കാടിനെ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ വ്യൂ പോയിന്റ് ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. കാരണം വെച്ചാൽ നാളെ നിങ്ങൾ ഈ കാട്ടിൽ കാണാൻ പോകുന്ന കാഴ്ചകൾ, എന്നെ ഈ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാടാണിത്. അതാണ് നാളത്തെ ട്രെക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ. എന്നെ വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാടാണ് ഈ കാട്. കാരണം ഈ കാട്ടിലെ ചില ജിയോഗ്രാഫിക്കൽ കണ്ടീഷൻസ്, ചില പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ്. നമുക്കൊരു സാധാരണ ചോലവനങ്ങളിൽ ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നതായിരുന്നു ഒരു സമയത്ത് മതികെട്ടാൻ നാഷണൽ പാർക്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് മന്നവൻചോല ട്രെക്ക് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായത് ഇവിടെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കാടിൻ്റെ കോർ സോണിൽ കയറുന്നുണ്ട്. നമ്മളൊരു പ്രത്യേക ഒരു പോയിന്റ് വരെ ചെല്ലും. നിങ്ങൾക്ക് വളരെ ഏജ് ഓൾഡ് ആയിട്ടുള്ള കുറേ
പ്ലാന്റുകൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ ആ ടെറയിലൂടെ നടന്നുള്ള പരിചയം ഉണ്ടാവും. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു കാട്ടിലൂടെ ഒരു എന്താ പറയുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഫീൽ കിട്ടും. ആനിമൽസിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റബിൾ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാട്ടിൽ വെച്ചിട്ട് അപകടങ്ങൾ കുറയും എന്ന് പറഞ്ഞാൽ ബേസിക് നോളജിലൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു സർവൈവൽ ടെക്നിക്ക് ഉണ്ട് ഒരു ആനിമലിൻ്റെ. ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ സർവൈവൽ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമോ? കരടിയുടെ വെച്ചാൽ കേട്ടിട്ടുണ്ട്. നമ്മൾ മല്ലനും മാധവനും കഥ പഠിച്ച അത് തന്നെയാണ് അതിൻ്റെ ബേസിക്കലി. അന്നും പറഞ്ഞ് ഉറങ്ങിയതുപോലെ നിലത്ത് കിടക്കുകയൊന്നും വേണ്ട, ചത്ത പോലെ കിടക്കുകയൊന്നും വേണ്ട. ഫ്രീ സൈൽ നിന്നാൽ കൂടെ മറ്റേ വളരെ മാക്സിമം ഒന്ന് കരടി നമ്മളെ ഒന്ന് സ്നീസ് ചെയ്തിട്ട് തിരിച്ച് പോകുമെന്നാണ് പറയുന്നത്. അത് പ്രാക്ടിക്കലി അത് മറ്റേ എക്സ്പീരിയൻസ് ചെയ്തുള്ളവർക്ക് അത് സംഭവം സക്സസ്ഫുള്ളുമാണ്. എന്തുകൊണ്ടാണ് ആനിമലിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. പട്ടിയാണ് നിങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ ചെറിയ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പട്ടിയുടെ സ്വഭാവം മനസ്സിലാവും. പട്ടി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. വീട്ടിൽ നിങ്ങളുടെ സഹോദരൻ സന്തോഷം വന്നാൽ ചിരിക്കുവാണോ കരയുവാണോ എന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ആനിമൽസിൻ്റെ സെർട്ടൈൻ എക്സ്റ്റൻറ്റ് ഒരു 90% ബിഹേവിയർ വളരെ പ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന രീതിയിൽ ആ സമയത്ത് പെരുമാറിയാൽ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള ഇതുണ്ട്. അത് നമ്മൾ പ്രാക്ടിക്കലി ആയിരിക്കും പഠിക്കുന്നത്. ആന വരുമ്പോൾ ഇവർക്കൊക്കെ നിരന്തരം എൻകൗണ്ടർ ഉണ്ടാകുന്ന ആൾക്കാരാണ്. ഇവർ ആന വന്ന ഉടനെ ഓടുകയല്ലായിരിക്കും ചെയ്യുന്നത്. അത് ആനയുടെ ഇതും ആ ഏത് സാഹചര്യത്തിലാണ് കാണുന്നത് അല്ലെ കടുവയെ കാണുന്നത് ഓരോ ജീവികൾക്കും അനുസരിച്ചുള്ള സർവൈവൽ ടെക്നിക്ക്. ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മറ്റേ കരടിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കടുവയുടെ ഇത് എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. കടുവയുടെ കാര്യത്തിൽ നമുക്കിപ്പം പുലിമുരുകനെ പോലെ കടുവയെ കണ്ട ആരും ഒന്നും ഓടുകയൊന്നും ചെയ്തേക്കരുത്. അത് സിനിമയാണ്. കടുവ മറ്റേ വലിച്ചു കീറി 4 നിലത്തടിക്കും. കാരണം വെച്ചാൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആനയേക്കാൾ പവർഫുള്ളായിട്ടുള്ള ജീവിയാണ് കടുവ പോലുള്ള ജീവികൾ. ഒരു ഇന്ത്യൻ ആനയുമായിട്ട് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ 99% കടുവയായിരിക്കും വിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ വല്ല ആഫ്രിക്കൻ എലഫൻറ്റും ആയിരിക്കണം. കടുവയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഇരയെ ആക്രമിക്കുമ്പോൾ കടുവ പൊങ്ങിച്ചാടുമ്പോൾ എടുക്കുമല്ലോ കൈ ഇങ്ങനെ ജീവികൾ. കടുവ ആ വായുവിൽ വെച്ച് ഒന്നുകൂടെ കൈ ബാക്കിലേക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കടുവയ്ക്ക്. പൊങ്ങിച്ചാടുന്ന കൂട്ടത്തിൽ കൈ ഒന്നുകൂടെ എടുക്കും. അതൊരു വെയിങ് മെഷീനിലൊക്കെയാണ് വന്ന് തള്ളുന്നതെങ്കിൽ 450 കിലോ വരെ വെയിറ്റൊക്കെ മണ്ടയിലേക്ക് കയറും എന്നാണ് പറയുന്നത്. അത് തലക്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ തലയൊക്കെ പറഞ്ഞങ്ങ് പോകത്തുള്ളൂ. അത്രയും പവർഫുള്ളായിട്ടുള്ള ജീവിയാണ് കാട്ടിൽ കടുവ എന്ന് പറയുന്നത്. കാട്ടിലെ രാജാവെന്ന് സിംഹത്തെ പറയുന്നതേ ഉള്ളൂ. നമുക്ക് ആഫ്റ്റർ ഡിന്നർ സെഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കഥയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ പറഞ്ഞു ഓരോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുവയുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു സർവൈവൽ ടെക്നിക്കൽ. അതാണ് ഞാൻ ബേസിക്കലി പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കടുവയുടെയൊക്കെ ഫോട്ടോസൊക്കെ വരുമ്പോൾ അവിടുത്തെ ടീ പ്ലാന്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ തേയില നുള്ളുന്നവർ അവിടെ പണിയെടുക്കുന്നവർ മാസ്ക് പുറകിൽ വെച്ചിരിക്കുന്നത്. അതായത് കടുവയ്ക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്. കടുവയെ നമ്മൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവ നമ്മളെ ഒന്ന് നോക്കും, നമ്മൾ കടുവ ഒന്ന് നോക്കും. നിങ്ങൾ ഇനി സൂവിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കടുവ സ്പോട്ടിൽ നമ്മളെ ഒന്ന് നോക്കും. സൂവിൽ ചെന്നാലും ഇത് തന്നെയായിരിക്കും കാണുന്നത്. കടുവ നമ്മളെ ഒന്ന് നോക്കും. ഒരു 1 അല്ല 2 സെക്കൻഡിൽ കൂടുതൽ കടുവ നമ്മളെ നോക്കത്തില്ല. ഈവൻ സൂവിലാണെങ്കിൽ പോലും അപ്പം തന്നെ അതിൻ്റെ മുഖം സൂവിൽ പ്രത്യേകിച്ച് 1 സെക്കൻഡ് അല്ല 2 സെക്കൻഡിൽ കടുവ നോക്കത്തില്ല. കടുവ മുഖം മാറ്റും. കടുവയ്ക്ക് ഒരു താല്പര്യമില്ല. കാരണം കടുവ ഇത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കും. ഇവനെ ഇരയും അല്ല, ഇവനെ തിന്നാനും കിട്ടത്തില്ല, ഇവൻ ശത്രുവല്ലെന്നറിയാം. കാട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. കടുവ 2 സെക്കൻഡിന് മണ്ടയിൽ കൂടുതൽ നോക്കുകയും ചെറുതായിട്ട് മുരളുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയ ചെറിയ താല്പര്യം കക്ഷിക്ക് തോന്നുന്നുണ്ട്. അത് എനിമിയായിട്ടാണോ മറ്റേ ഫുഡായിട്ടാണോ എന്നൊരു കൺഫ്യൂഷൻ അവന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. നമ്മൾ വളരെ കൂളായിട്ടാണ് ശാന്തമായിട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. മിനിമം ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ എന്നാൽ അവൻ ഒരു 99% അവന് താല്പര്യം, അവൻ വിശന്നിരുന്ന് വേറെ പ്രയാനിമൽ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അവന് ക്ലിയർ ആയിട്ട് അറിയാം നമ്മൾ അതിൻ്റെ പ്രയാനിമൽ അല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. സ്വഭാവമായിട്ട് അത് കണ്ണ് തല വെട്ടിച്ച് കഴിഞ്ഞാൽ താല്പര്യം പോയെന്നുള്ളതാണ്. പയ്യെ ബാക്കിലേക്ക് നടക്കുക എന്നുള്ളതാണ്. ഇതിനാണ് ഇവർ ബാക്കിൽ മറ്റേ മുഖംമൂടി വെക്കുന്നത്. കാരണം ഇവർ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇവനിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടുള്ള ഫീലാണ് വരുന്നത്. നേരെ തിരിച്ച് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് പുറകിൽ മുഖം മൂടി വെച്ചുകൊണ്ട് അവിടുത്തെ തൊഴിലാളികളൊക്കെ നിന്ന് പണിയാറുള്ളത്. പിന്നെ ഇതൊന്നും അൾട്ടിമേറ്റ് സർവൈവൽ തിങ്സിൻ്റെ ഭാഗമല്ല. ഇതൊക്കെയാണ് ഒരു ബേസിക് സംഭവം. കടുവയിൽ നിന്ന് ബാക്കിലേക്ക് നടക്കാനാണ് പറയുന്നത്. സേഫ് ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ കടുവയിൽ നിന്ന് വിഷൻ മറിഞ്ഞു തുടങ്ങി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഓടിക്കുമോ? ഇതുപോലുള്ള ഓരോ ജീവികൾക്കും ഉണ്ട്. ടെറൈൻ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഏജിനനുസരിച്ച് ജീവികളുടെ ഏജ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ കടുവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ മെയിൽ ടൈഗേഴ്സ് ഇങ്ങനെ പറന്ന് മറ്റേ കാട് മൊത്തം നടക്കുന്നുണ്ട്. നമുക്ക് ഈ കാട്ടിൽ കയറി ഒരു മെയിൽ ടൈഗറിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ആ ഒരു 25 കിലോമീറ്ററിൽ വേറൊരു ആൺകടുവയും കാണുകയെന്ന്. പൊതുവെ ഒരു മെയിൽ ടൈഗർ ഉള്ളിടത്ത് ഒരു 25 കിലോമീറ്റർ വേറൊരു ആൺകടുവയെ അവൻ
അടുപ്പിക്കുകയില്ല. വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒരു കമ്പനിക്ക് ഒന്നോ രണ്ടോ പെൺകടുവകൾ അവിടെ ഉണ്ടാകാം, വല്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിലായി. പൊതുവേ മെയിൽ ടൈഗർ ഉള്ള ഒരു 25 കിലോമീറ്ററോളം ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് അവൻ മറ്റൊരു മെയിൽ ടൈഗറിനെ അടുപ്പിക്കത്തില്ല. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടെ ഇത്രയും കടുവയെക്കുറിച്ച് പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ കടുവ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കടുവ എങ്ങനെയാണ് ഈ കാട്ടിൽ സർവേ കഴിഞ്ഞിട്ട് തിരിച്ചറിയുന്നത്? ഫുട് പ്രിന്റ്സ് ആയിരുന്നു WCCന്റെ ഓർത്തഡോക്സ് മെത്തേഡ്. ടെക്നോളജി ഒരുപാട് കൂടിപ്പോയി. പഗ് മാർക്ക് എടുക്കും, ഫുട് പ്രിന്റ്സ് പഗ് മാർക്ക് എന്നാണ് പറയുന്നത്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ച് മറ്റേ അതിൻ്റെ അളവൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു കടുവയുടെ കാൽപ്പാടും മറ്റൊരു കടുവയുടെ കാൽപ്പാടും തമ്മിൽ അളവിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒതൻറ്റിസിറ്റി ഒക്കെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഇതിനേക്കാളൊക്കെ വളരെ നല്ല ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. കടുവയെ വളരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മറ്റൊരു സംഭവമുണ്ട് കടുവയുടെ ശരീരത്തിൽ. കടുവയുടെ സ്ട്രൈപ്പ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിനേക്കാൾ ഭീകരമാണ്. ഒരു കടുവയിൽ നിന്ന് മറ്റൊരു കടുവയുടെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കും വളരെ ഈസിലി, അതായത് ഡബിൾ കൗണ്ടിങ് ഒന്നും ഉണ്ടാകത്തേയില്ല കടുവയുടെ കാര്യത്തിൽ, കൃത്യമായിട്ടുള്ളതായിരിക്കും. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുണ്ട് കടുവയുടെ സ്ട്രൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ. ആർക്കെങ്കിലും അറിയാമോ? കടുവയുടെ ആ മൊത്തം മറ്റേ രോമങ്ങളും ഷേവ് ചെയ്ത് കളഞ്ഞാലും അതുപോലെ മാർക്ക് കടുവയുടെ ശരീരത്തിലുണ്ട്. സെയിം മാർക്കുണ്ട്, അതുപോലെ തന്നെ മാർക്ക് കിടക്കും. അങ്ങനെയാണ് കടുവയുടെ സ്കിന്നിലുണ്ട് മാർക്കുണ്ട്. രാജാവെന്ന് കടുവയെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടുവ ഒരു സോഷ്യൽ ആനിമൽ അല്ലെന്ന് പറയാം. പ്രത്യേകിച്ച് മെയിൽ ടൈഗർ എന്ന് പറയുന്നത്. കാരണം രാജാവെന്ന് പറയുമ്പോൾ ആണായിരിക്കണമെന്നാണല്ലോ പ്രാചീനമായിട്ട് മറ്റേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വാർപ്പ് മാതൃക. അതുകൊണ്ട് മാത്രം കേട്ടോ പറയുന്നത്. അതുകൊണ്ട് കടുവയെ നമുക്ക് രാജാവെന്ന് പറയാൻ പറ്റില്ല, സോഷ്യൽ ആനിമൽ എന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം, അവനുള്ള 25 ചതുരശ്ര കിലോമീറ്ററിൽ അവൻ മറ്റൊരാൺ കടുവയെ അടുപ്പിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, ഇവന് 1-2 ഫീമെയിൽ ടൈഗേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ. മേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ കൊല്ലും. കാരണം ഒരു ലിറ്ററെങ്കിലും 1-2 കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ചില അപൂർവമായിട്ടൊക്കെ 3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നതുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ഇവൻ മേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലും. ഇത് സമ്മതിക്കുകയില്ല. അപ്പോൾ ഇതിനെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആനിമലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. മറ്റു ജീവികളോട് ഇതില്ല. നിങ്ങൾ സിംഹത്തിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടില്ലേ? മറ്റേ ഡിസ്കവറിയിലൊക്കെ ഒരു കണ്ടില്ലേ? അതിന് വിശക്കുന്നില്ല, മറ്റു ജീവികളൊക്കെ ഒന്ന് ഇതിൻ്റെ കീഴെ വരുന്നു, ഇതിനെ തോണ്ടിയിട്ട് പോകുന്നു. മാത്രമല്ല ഇതിൻ്റെ കുടുംബമായിട്ടാണ് നിൽക്കുന്നത്. സിംഹം, സിംഹിണി, മറ്റേ കുട്ടികൾ, അങ്ങനെ ഒരു സെറ്റപ്പിലാണ്. അതുകൊണ്ടാണ് പൊതുവെ പ്രാചീന കാലം മുതൽ കാട്ടിലെ രാജാവായിട്ട് സിംഹത്തെ പറയും, കടുവയെ പറയാതിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ശക്തിയുടെ കാര്യത്തിലും മറ്റേത് രീതി നോക്കിക്കഴിഞ്ഞാലും കടുവയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കടുവയാണ് എല്ലാ തരത്തിലും ശക്തനായ ജീവി കാട്ടിലുള്ളതെന്ന് പറയാൻ പറ്റും. അത് ആദ്യം വന്ന കടുവ. ഇനി നോക്ക്, ഇനി എന്താണ് കണ്ണെന്ന് മനസ്സിലായോ? ജീപ്പല്ല, കടുവയുടെ കണ്ണാണ്. 3 കടുവയായിരുന്നു. മോർണിംഗ് 6:30 നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടുതലുള്ള ടീം ഒരു 600 ഫീറ്റും കൂടെ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബേസ് ക്യാമ്പിലെത്തും. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിലെ പെർമിഷനാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ഐറ്റനറിയിലുള്ളത്. വേറെ ലെവൽ കാടാണല്ലോ. മഞ്ഞൂറുണ്ടെങ്കിലുണ്ടല്ലോ അത് കയറുന്ന ഓർമ്മ കാണുള്ളൂ.